ഈ വൈറ്റമിൻ ഡി ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ മിക്കവാറും ആളുകളിൽ അത് ഡെഫിഷ്യൻ്റ് എന്നായിരിക്കും. പ്രത്യേകിച്ചും ടീനേജ് കുട്ടികളിലൊക്കെ ബിലോ 10 ഒക്കെ ആയിട്ട് വരാറുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ക്ഷീണം തോന്നുക, ഇനി നമ്മൾ റെസ്റ്റ് എടുത്താൽ പോലും ആ ക്ഷീണം മാറുന്നില്ല. അതുപോലെ തന്നെ ഒരു മേലൊക്കെ ഒരു വേദന, മസിൽസിന്റെ പെയിന്, ഒരു ലെയിനെസ്, ഒരു ഉഷാറില്ലായ്മ, ഒരു ക്ഷീണം പോലെ ഇങ്ങനെ തോന്നുക, അടിക്കടിക്ക് എന്തെങ്കിലുമായിട്ട് ഇൻഫെക്ഷൻസ് വരിക, ഇമ്മ്യൂണിറ്റി വീക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ജലദോഷം, ചുമ, പനി ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സിവിയർ ആയിട്ട് മുടി കൊഴിച്ചിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ മൈൻഡ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല, ഒരു മൂഡ് സ്വിങ്സ് ഉള്ള പോലെ ആൻസൈറ്റി, ഡിപ്രഷൻ ഇത്തരത്തിലേക്കൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കും. ഒരു 3 months ഒക്കെ സപ്ലിമെന്റ് എടുക്കും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ പലരും സിംറ്റംസ് ബെറ്റർ ആവും, അത് ചെക്ക് ചെയ്ത് നോക്കില്ല. ഇത് നമ്മൾ സപ്ലിമെന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു ഫാറ്റി ഫുഡ് കഴിച്ചതിന് ശേഷം ഈ സപ്ലിമെന്റ് എടുക്കുക എന്നുള്ള. ബിക്കോസ് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞത് ഒരു ഫാറ്റ് സോലബിൾ വൈറ്റമിൻ ആണ്. സോ എന്തെങ്കിലും ഒരു ഫുഡ്, ഈവൻ ഒരു ഗ്ലാസ് പാലായിരിക്കാം, അല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം കഴിച്ചതിന് ശേഷം ഈ ഡോസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. ഒരു 3 months ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ റീചെക്ക് ചെയ്യുക, അത് സഫീഷ്യൻ്റ് ആയിട്ട് നമുക്ക് ബോഡിയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് റീചെക്ക് ചെയ്യുന്നത് നല്ലതാണ്.